നിങ്ങളുടെ സൈക്കിൾ ഏത് മോഡലുമാകട്ടെ റിപ്പയർ ചെയ്തു തരുന്നു. സൈക്കിൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ വീനസിലൂടെ. ഇപ്പോൾ വീനസ് സൈക്കിളിൽ വിഷു ഓഫറുകൾ. വീനസ് സൈക്കിൾ പാർക്ക് ആൻഡ് ടോയ്സ്, കാളികാവ് റോഡ്, വാണിയമ്പലം. യേശുക്രിസ്തു കുരിശുമരണം വരിച്ചതിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ലോകമെങ്ങും ദുഃഖവെള്ളി ആചരിച്ചു. നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ ദുഃഖവെള്ളി ശുശ്രൂഷയും കുരിശിന്റെ വഴിയും നടത്തി. പാപപരിഹാരത്തിനായാണ് ക്രിസ്തു കാൽവരി മലയിൽ കുരിശുമരണം വരിച്ചത്. കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തുവിന്റെ വാക്കുകൾ ക്ഷമയുടെയും സഹനത്തിന്റെയും സന്ദേശങ്ങളാണ് നമുക്ക് പകർന്നു തരുന്നത്. ഈ ദുഃഖവെള്ളി അനുസ്മരണം ലോകത്തിൽ ശാന്തിയും സമാധാനവും സ്നേഹവും നിറയാൻ അവസരമാകും. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് മരക്കുരിശുമായി വിശ്വാസികൾ നടത്തിയ കുരിശിന്റെ വഴി ദുഃഖവെള്ളിയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായി മാറി. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും തുടർന്ന് നടന്ന കുരിശിന്റെ വഴിക്കും ഫെറോണ വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. കുരിശിന്റെ വഴിയിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പയ്ക്കൽ നേതൃത്വം നൽകി. ഇടവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും പെരുവമ്പാടത്തേക്ക് നടന്ന കുരിശിന്റെ വഴിയിൽ വിശ്വാസികളുടെ വലിയ പങ്കാളിത്തമാണുണ്ടായത്. യേശുക്രിസ്തു കുരിശുമരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിന്റെ പ്രത്യാശയിൽ ക്രൈസ്തവർ ഞായറാഴ്ച ഈസ്റ്റർ ആചരിക്കും. ഇതോടെ മത്സ്യമാംസാദികൾ ഒഴിവാക്കി 50 ദിവസങ്ങളിലായി ആചരിച്ചു വരുന്ന വലിയ നോമ്പിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.